ഇതിന് ശേഷം പിന്നീടുള്ള അനന്തര സംഭവങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആലോചിച്ചോ? അനന്തര സംഭവങ്ങൾ ആ കാര്യങ്ങൾക്ക് ശേഷം പിന്നീട് അസംബ്ലി ഇലക്ഷൻ വന്നു. ഉണ്ടോ? പഞ്ചായത്ത് ബോർഡ് ഇലക്ഷൻ വന്നു. ആ സമയത്തെല്ലാം തന്നെ ഈ ഫത്വക്കാർ, ഈ ഇടത്തോട്ട് നീങ്ങിയ ഫത്വക്കാർ അവരെന്ത് ചെയ്തു എന്നാൽ സമുദായത്തിന്റെ സംഘടന പൊളിക്കാൻ വേണ്ടി ആവുന്നതൊക്കെ പരിശ്രമിച്ചു. സുന്നത്തമായ സുന്നിന്റെ പേരും പറഞ്ഞു. അതല്ലേ യഥാർത്ഥത്തിൽ ചെയ്തത്? സമുദായത്തിന്റെ സംഘടിത ശക്തി തകർക്കാൻ വേണ്ടി അവർ ചെയ്യാത്ത കാര്യം എന്താണ്? അതെല്ലാം തന്നെ സുന്നി എന്ന പേര് പറഞ്ഞുകൊണ്ട്. ഏതാണ് ആ സുന്നി? നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കുന്നമംഗലത്തിൽ ബാലൻ വൈദ്യർ ഒരു സ്ഥാനാർത്ഥി, രാമൻ മാസ്റ്റർ മറ്റൊരു സ്ഥാനാർത്ഥി. അതിൽ ബാലൻ വൈദ്യർ സുന്നി. സലാമിന്റെ മസ്ജിദാണ്. ഇതാണ് സലാമിന്റെ മസ്ജിദ്. ഉറുപ്പിൽ വേണം മനുഷ്യന്. കുറച്ച് ഉറുപ്പ് വേണം. ഉറുപ്പില്ലെങ്കിൽ എന്തും ആവാമില്ല. ആലോചിച്ച് നോക്കൂ. ഇത് സലാമിന്റെ മസ്ജിദാണ്. ഇത് ഈ മസ്ജിദ് എന്താണ്? അങ്ങനെ സമുദായത്തിന്റെ സംഘടിത ശക്തി, സമുദായത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി ആവുന്നത് മുഴുവൻ ഉറപ്പിച്ചു. അതും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അനന്തര സംഭവം. ആ സമയത്തെല്ലാം തന്നെ യഥാർത്ഥത്തിൽ അവരെ കുഞ്ഞുപിടിച്ച് പുറത്തുള്ളതാണ് ഞങ്ങളെ ചെയ്തതിന് കാരണം. ഒന്നും കൂടി നോക്കാമല്ലോ, മനുഷ്യനെ നന്നായിക്കൂടി നന്നാക്കാൻ നോക്കുക. മാതൃഹൃദയായി പറഞ്ഞാൽ കണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ പിന്നീട് ഒരു എറണാകുളത്ത് ഒരു സുന്നി, അപ്പുറത്ത് സുന്നി വേറെ സംഘം ഈ ഫത്വയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം എന്തോന്നായിട്ടുണ്ട്. എറണാകുളത്ത് ഒരു സ്റ്റേറ്റ് സമ്മേളനം സുന്നി വേറെ സംഘത്തിന്റെ നടക്കാൻ പോകുന്നുണ്ട്.